ഈ ഓട്ടിസം ശരിക്കും ഇപ്പൊ ഇതൊരു ജനിതക രോഗത്തിന്റെ ഭാഗമാണ്. ഇതിനകത്ത് ജെനറ്റിക്സ് ഇൻവോൾവ് ആണ്. പക്ഷേ ഇത് നമുക്കൊരു ഇന്ന ജീൻ കൊണ്ട്, അതായത് ഡൗൺ സിൻഡ്രോം കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്കൊരു ഫേസ് നമ്മുടെ അതുപോലല്ല, അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ജീനിന്റെ SMA എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. ഇതിന്റെ കാരണം ഇന്നുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതായത് ഓട്ടിസത്തിന്റെ എക്സാക്ട് റീസൺ കണ്ടുപിടിച്ചാൽ അതിന് ക്യൂർ ഉണ്ടല്ലോ. നമ്മൾ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് അതായത് കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള പലവിധ ടെസ്റ്റുകൾ ഇപ്പം നടത്താറുണ്ടല്ലോ. അതിൽ പല ബ്ലഡ് ടെസ്റ്റുകൾ വരെ നടത്താറുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകളിൽ കുട്ടി ഓട്ടിസ്റ്റിക് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ പറ്റത്തില്ല. അതായത് നമുക്കിതൊരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ജനറ്റിക് പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുന്നു. ജനറ്റിക് കുറെ ചേഞ്ചസ് ഉണ്ട്, പക്ഷേ ഇന്ന ജീനിലെ ഇന്ന മ്യൂട്ടേഷൻ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അതിന് സ്കാറ്റേഡ് ആണ്. പല സ്ഥലങ്ങളിൽ ഇതിന് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇതൊരു എന്താ പറയുക, നമുക്കൊരു ഇതിൻ്റെ റീസൺ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന സ്ട്രെസ്സ്, അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന പാരൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ലൈഫ് സ്റ്റൈല്, നമ്മുടെ എൻവയറമെൻ്റൽ പൊല്യൂഷന്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ്, പിന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന കാരണം കൊണ്ടാണെന്ന് തെളിയിച്ചിട്ടില്ല. അതിനൊരു പ്രോപ്പർ ഇത് വന്നിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഡിസീസായിട്ട് മാറും. അതായത് അതിന് കാരണം കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന പ്രഗ്നൻസി സമയത്ത് ഇന്ന സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഓട്ടിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോഴും ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ ഈ സെൻസറി പ്രോസസ്സിങ് ഡിസോർഡർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൾട്ടിപ്പിൾ സെൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ സെൻസസിൽ നമുക്ക് ചിലർക്ക് ഭയങ്കര ഹൈപ്പർ റെസ്പോൺസീവ് ആയിരിക്കും, ചിലരത് ക്രേവ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കൈ കൊണ്ട് തൊടത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഫേസിലായി കഴിഞ്ഞാൽ അപ്പോഴേ അവർക്ക് തുടയ്ക്കണം, ദേഷ്യം വരും അവർക്ക്, അല്ലേ? ചില കുട്ടികൾ ബ്രഷ് ചെയ്യാൻ കോപ്പറേറ്റ് ചെയ്യത്തില്ല, മുടി വെട്ടാൻ കോപ്പറേറ്റ് ചെയ്യത്തില്ല. ചില കുട്ടികൾക്ക് നമ്മുടെ ഷർട്ടിൻ്റെ പുറകിലുള്ള ടാഗ്, ചില ടെക്സ്റ്റർ ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് എപ്പോഴും ഓടിക്കൊണ്ട് നടക്കണം, അടങ്ങിയിരിക്കത്തേ ഇല്ല. ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു വീഗലാൻഡ് പോലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുമ്പോൾ ജയൻറ്റ് വീൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ 4 പേര് കയറാൻ നിൽക്കാൻ വിചാരിക്കുക. ഈ 4 പേരിൽ ഒരാൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കയറുകയാണ്, ഒരാൾക്ക് കയറണം താല്പര്യമുണ്ട്, പക്ഷേ എന്നാന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. വേറെ ആൾ കയറാൻ നിൽക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരാളത് കണ്ടപ്പോഴേ തന്നെ എസ്കേപ്പായി, കാരണം അവന് പേടിയത് കാണുമ്പം മൂമെൻറ്റിനോട്. അപ്പം ഈ 3 പേര് കയറിയെന്ന് വിചാരിക്കുക. ഒരാൾ ഓൾറെഡി എസ്കേപ്പായി പോയി. 3 പേരിൽ അവർ ഇറങ്ങിക്കഴിയുമ്പം ഒരാൾ റിയാക്ഷൻ എന്താ വെച്ചാൽ അവർക്ക് പിന്നെയും കയറണം തോന്നുക. അടുത്ത ആളുടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ വൊമിറ്റ് ചെയ്ത് അയാൾ ഭയങ്കര ബുദ്ധിമുട്ടി പുറത്തിറങ്ങി, ഇനി കയറാൻ പോകുന്നില്ല. അടുത്ത ആൾക്ക് എനിക്കൊന്നും തോന്നിയില്ല, അതായത് അവനത് സെൻസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ സെൻസസ് നടക്കുന്ന പ്രധാനമായ മാറ്റങ്ങൾ. നമ്മുടെ ബ്രെയിനിലുള്ള ചേഞ്ചസ് ആണത്. അതായത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ടച്ച് സെൻസ്. ചില കുട്ടികൾക്ക് മെസ്സി പ്ലേ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് തൊടുന്നതിന് ഇഷ്ടമല്ല. അപ്പം ഈ 2 രീതിയിലാണ് നമ്മൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ സെൻസറി ഇഷ്യൂസ് കാണുന്നത്. ഈ സെൻസറി ഇഷ്യൂസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുട്ടികളുടെ ഈ ഓട്ടിസത്തിൻ്റെ ഒരു സിംറ്റമാണിത്. സെൻസറി പ്രോസസ്സിങ് ഇഷ്യൂസ്. ഈ സംസാരത്തിൻ്റെയും സോഷ്യലൈസേഷൻ്റെയും കൂടെ തന്നെ ഈ സെൻസറി ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടു തുടങ്ങും. അപ്പോൾ അതിനെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓക്യുപ്പേഷൻ തെറപ്പിയിൽ ഒത്തിരി ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്.